ജീവിതത്തിൽ വളരെ വൈകി മാത്രമേ സ്വയം വെളിപ്പെടുന്ന സത്യങ്ങളുണ്ട്. തിരിച്ചുവരവില്ലാത്തപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന വേദനകളുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിൽ ഒന്നിതാണ്. ഒരു നല്ല പുരുഷനെ നഷ്ടപ്പെടുന്നതിന്റെ യഥാർത്ഥ ഭാരം ഒരു സ്ത്രീക്ക് മനസ്സിലാകുന്നത് അയാൾ എന്നേക്കുമായി ഇല്ലാതാകുന്നതുവരെയാണ്. എന്നാൽ ഈ തിരിച്ചറിവ് പെട്ടെന്ന് വരുന്നില്ല. അത് മിന്നൽ പോലെ അടിക്കുന്നില്ല. അത് സാവധാനത്തിലും വേദനാജനകവുമാണ്. തിരമാലകൾ വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുന്നതുപോലെയാണ്. ആദ്യം സംശയത്തിന്റെ ഒരു മന്ത്രണം, പിന്നീട് ആ ആഗ്രഹം വേദനിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ഖേദം വേരൂന്നിയതും അവളുടെ നെഞ്ചിൽ ഒരു കനത്ത കുരുക്കായി മാറുന്നു. ഒടുവിൽ എപ്പോഴുമുണ്ടായിരുന്ന പുരുഷൻ ഇനി ലഭ്യമല്ലെന്നവൾ മനസ്സിലാക്കുമ്പോൾ വേദന നിശബ്ദതയായി മാറുന്നു. ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത. ഇനി സുപ്രഭാത സന്ദേശങ്ങളില്ലാത്തതിന്റെ നിശബ്ദത. ഇനിയില്ല എന്നതിന്റെ നിശബ്ദത. നീ സുരക്ഷിതമായി വീട്ടിലെത്തിയോ? അവൾ ഫോണിലേക്ക് നോക്കുമ്പോൾ ഒരിക്കൽ അവനിൽ നിന്ന് വന്ന അറിയിപ്പുകൾ ഇല്ലാതായി. ആ ക്ഷമയുള്ള മനുഷ്യൻ, ആ വിശ്വസ്തനായ മനുഷ്യൻ, സ്നേഹം തിരികെ ലഭിക്കാത്തപ്പോൾ പോലും സ്നേഹം നൽകിയ മനുഷ്യൻ, കൊടുങ്കാറ്റുകളിൽ താമസിച്ച് മിക്കവരും ഉപേക്ഷിക്കുമായിരുന്നപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവൻ പോയി. ഒടുവിൽ അവൾ തിരിച്ചറിയുന്നു, അവൾക്ക് നഷ്ടമായതൊരു പുരുഷനെ മാത്രമല്ല, ജീവിതത്തിൽ 2 തവണ കാണാത്ത തരത്തിലുള്ള പുരുഷനെയാണ് അവൾ നഷ്ടപ്പെടുത്തിയത്. എന്നാൽ അവൾ ഇത് മനസ്സിലാക്കുന്നതിൽ തിരക്കിലായിരിക്കുമ്പോൾ അവന്റെ ജീവിതം മുന്നോട്ടു പോകുന്നു. അവനിനി യാചിക്കുന്നില്ല, പിന്തുടരുന്നില്ല, തന്റെ മൂല്യം തെളിയിക്കുന്നില്ല. അവൻ സുഖം പ്രാപിക്കുന്നു. അവൻ മുന്നോട്ട് നീങ്ങുന്നു. അവൾ അത് കാണുമ്പോൾ അവൻ വീണ്ടും പുഞ്ചിരിക്കുന്നത് ഒരുപക്ഷേ മറ്റൊരു സ്ത്രീയുടെ അരികിൽ സങ്കൽപ്പിക്കുമ്പോൾ അവളുടെ ഹൃദയം തളരുന്നു. അത് വെറും അസൂയയല്ല, അത് ഭയമാണ്. അവളില്ലാതെ അവൻ സന്തോഷവാനായി നിൽക്കുന്നത് കാണുമ്പോഴുള്ള തണുത്ത ഭയം. താൻ അവഗണിച്ച, തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ കുറച്ചു കാണിച്ച പുരുഷനെ ഇപ്പോൾ മറ്റൊരാൾക്ക് തന്റെ പുഞ്ചിരി നൽകുന്നതായി അവൾ ചിത്രീകരിക്കാൻ തുടങ്ങുന്നു. എന്തുതന്നെയായാലും അവൻ അവിടെ ഉണ്ടാകുമെന്ന് അവൾ എപ്പോഴും വിശ്വസിച്ചിരുന്നതിനാൽ അതവളെ ജീവനോടെ തിന്നുന്നു. അങ്ങനെ അവൾ നിശബ്ദമായി നിരീക്ഷിക്കാൻ തുടങ്ങുന്നു, ദൂരെ നിന്ന് പിന്തുടരുന്നു. താൻ ഏറ്റവും ഭയപ്പെടുന്നത് അവന്റെ ജീവിതത്തിലെ മറ്റൊരു സ്ത്രീയെ കാണരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു നല്ല പുരുഷൻ ഒടുവിൽ മുന്നോട്ടു പോകാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രതികാരമല്ല, അത് ആത്മാഭിമാനമാണ്. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന മുറിവ്. പിന്നെ സ്വയം പോരാട്ടം വരുന്നു. അയാൾക്കൊരു സന്ദേശമയക്കാനുള്ള അമിതമായ പ്രേരണ. അവൾ ടൈപ്പ് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു, മാറ്റിയെഴുതുന്നു, മടിക്കുന്നു. ഒരു ലളിതമായ ഉയർന്നത് അഭിമാനത്തിനും വാഞ്ചയ്ക്കുമിടയിലുള്ള ഒരു യുദ്ധമായി മാറുന്നു. അവൾ അവരുടെ പഴയ സംഭാഷണങ്ങളിലൂടെ സ്ക്രോൾ ചെയ്യുന്നു. അവന്റെ വാക്കുകൾ വീണ്ടും വായിക്കുന്നു. മറുപടി നൽകാൻ വേദനിക്കുന്നു. പക്ഷേ അവൾ മരവിക്കുന്നു. ആ നിശബ്ദതയിൽ അതവനെ നഷ്ടപ്പെടുത്തുക മാത്രമല്ലെന്ന് അവൾക്കറിയാം. അത് ഖേദമാണ്. കൂടുതൽ ആഴത്തിലുള്ള വേദന. അവനിനി അവളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നറിയുന്നതാണ്. സമയം കടന്നുപോകുമ്പോൾ ഒരു പുതിയ ശത്രു പ്രത്യക്ഷപ്പെടുന്നു, കോപം. പക്ഷെ അവനോടല്ല, തന്നോട് തന്നെ. അവൾ അവനു നേരെ എറിഞ്ഞ അശ്രദ്ധമായ വാക്കുകൾക്കുള്ള ദേഷ്യം, അനാവശ്യമായ വഴക്കുകൾക്ക്. അവൻ ആഗ്രഹിച്ചത് അവളുടെ ശ്രദ്ധ മാത്രമായിരുന്നപ്പോൾ കാണിച്ച തണുത്ത നിസ്സംഗതയ്ക്ക്. അവൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം, കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം, അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം, അവൾ അവനെ അകറ്റി നിർത്തിയപ്പോഴെല്ലാം. അവൾ ഓർക്കുന്നു. ഇപ്പോൾ ആ ഓർമ്മകൾ അവളുടെ തെറ്റുകൾ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണ്. ഒടുവിൽ അവളത് മനസ്സിലാക്കുന്നു. പ്രശ്നം അയാളല്ല, അവളായിരുന്നു. ആ തിരിച്ചറിവ് ഉള്ളിൽ നിന്ന് ജ്വലിക്കുന്നു. അവൾ ഫോട്ടോകളിൽ പുഞ്ചിരിച്ചേക്കാം, പാർട്ടികളിൽ ചിരിക്കാം, എല്ലാം ശരിയാണെന്ന് നടിച്ചേക്കാം. എന്നാൽ ഉള്ളിൽ സ്ത്രീകൾ കണ്ടെത്താൻ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഉപേക്ഷിക്കുന്നുവെന്ന് അവൾക്കറിയാം. അവൾക്കായി എല്ലാം നൽകാൻ തയ്യാറുള്ള ഒരു പുരുഷൻ. കാലക്രമേണ ഏറ്റവും കഠിനമായ സത്യം വരുന്നു. സ്നേഹത്തിന്റെ അഭാവം കൊണ്ടല്ല അവൾ അവനെ നഷ്ടപ്പെടുത്തിയത്. പക്വതയുടെ അഭാവം കൊണ്ടല്ല അവൾക്കവനെ നഷ്ടമായത്. നിയന്ത്രണത്തിലാണെന്ന് തോന്നാൻ വേണ്ടി അവൾ സൃഷ്ടിച്ച കളികൾ, പരീക്ഷണങ്ങൾ, ബാലിശമായ നാടകം എന്നിവ അവൾ ഓർക്കുന്നു. അവന്റെ ക്ഷമയെ കടമയായി അവൾ തെറ്റിദ്ധരിച്ചു. അവന്റെ സ്നേഹത്തെ ഒരുറപ്പായി അവൾ തെറ്റിദ്ധരിച്ചു. അവനൊരിക്കലും പോകില്ലെന്നവൾ വിശ്വസിച്ചു. പക്ഷേ അവൻ പോയി. ഒടുവിൽ അവളുടെ ജീവിതത്തിൽ പക്വത പ്രത്യക്ഷപ്പെടുമ്പോൾ വളരെ വൈകി. ശാന്തതയുടെയും പങ്കാളിത്തത്തിന്റെയും സത്യസന്ധമായ ആശയവിനിമയത്തിന്റെയും മൂല്യം ഇപ്പോൾ അവൾ മനസ്സിലാക്കുന്നു. പക്ഷേ സമയം പിന്നോട്ടു പോകുന്നില്ല. ആ തിരിച്ചറിവ് മുൻകാല വാദങ്ങളേക്കാൾ ആഴത്തിൽ മുറിക്കുന്നു. യഥാർത്ഥ വേദന അവന്റെ അഭാവം മാത്രമല്ല, അവൻ പ്രതിനിധാനം ചെയ്തതാണ്. കാരണം അവൻ പൂർണ്ണനായിരുന്നില്ല, പക്ഷേ അവൻ സന്നിഹിതനും വിശ്വസ്തനും സംരക്ഷണദാതാവും കരുതലുള്ളവനുമായിരുന്നു. അവൾ അവനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവൻ നോക്കിയതുപോലെ മറ്റാരും തന്നെ നോക്കുന്നില്ലെന്നവൾ കാണുന്നു.
ആ ക്ഷമ മറ്റാരും വഹിക്കുന്നില്ല, ആ സുരക്ഷ മറ്റാരും നൽകുന്നില്ല. പിന്നെ വേദന വർദ്ധിക്കുന്നത് അവൾ സ്നേഹം നഷ്ടപ്പെടുത്തിയില്ല എന്നതുകൊണ്ടാണ്. അവൾക്കിനി ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അനുഭവം നഷ്ടപ്പെട്ടു. ശരിക്കും ആഴത്തിൽ നിരുപാധികമായി സ്നേഹിക്കപ്പെടുന്നു. അങ്ങനെ അത് പരിഹരിക്കാനും നീണ്ട സന്ദേശങ്ങൾ എഴുതാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും അവൾ മാറിയെന്ന് തെളിയിക്കാനുമുള്ള അതിയായ ആഗ്രഹം വരുന്നു. പക്ഷേ കാലം കരുണയില്ലാത്തതാണ്. പലപ്പോഴും അവൾ അർഹിക്കുന്ന രീതിയിൽ അവനെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോഴേക്കും അവളില്ലാതെ ജീവിക്കാൻ അവൻ പഠിച്ചിരിക്കും. അത് വിനാശകരമാണ്. കാരണം ശരിയായ നിമിഷം കാത്തിരിക്കില്ല. ഒടുവിൽ ഏറ്റവും ഭാരിച്ച സത്യം വരുന്നു. അവൻ ഒരിക്കലും മാറേണ്ടി വന്നില്ല. അവൻ എപ്പോഴും മതിയായിരുന്നു. അത് കാണാൻ പരാജയപ്പെട്ടത് അവളായിരുന്നു. ഇപ്പോൾ ഓരോ ഓർമ്മയും നഷ്ടപ്പെട്ട നിധി പോലെ തോന്നുന്നു. ഒരിക്കൽ അവൻ കാണിച്ച ഓരോ ലളിതമായ ആംഗ്യവും വിലമതിക്കാനാവാത്തതായി തോന്നുന്നു. എല്ലാം തനിക്കുണ്ടെന്നും അതെങ്ങനെ വിലമതിക്കണമെന്ന് അവൾക്കറിയില്ല എന്ന ചിന്ത അവളെ വേർട്ടയാടുന്നു. ഒരു സ്ത്രീക്കൊരു നല്ല പുരുഷനെ നഷ്ടപ്പെടുമ്പോൾ അവൾക്കൊരു വ്യക്തിയെ നഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവവും ആഴമേറിയതുമായ ഒരു പ്രണയത്തിന്റെ അവസരം അവൾ നഷ്ടപ്പെടുത്തുന്നു. അവൻ കൂടുതൽ ഭാരം കുറഞ്ഞതും ശക്തവും സന്തോഷകരവുമായി മുന്നോട്ടു പോകുന്നു. അവൾക്കൊരോർമ്മയുണ്ട്. അവൾക്കുണ്ടായിരുന്നെങ്കിലും സംരക്ഷിക്കാത്തതെല്ലാം കൊണ്ട് നിർമ്മിച്ചതിനാൽ അത് മങ്ങാത്തൊരോർമ്മ. ഇതാ അവസാന സത്യം. ഒരു നല്ല മനുഷ്യൻ തളരുമ്പോൾ അവൻ നിങ്ങളുടെ ശത്രുവായി മാറുന്നില്ല. അവൻ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവൻ ആ അധ്യായം അവസാനിപ്പിക്കുന്നു. അവന് അത് വളർച്ചയാണ്. അവൾക്ക് അതൊരു പാഠമാണ്. പക്ഷെ അവളുടെ ജീവിതകാലം മുഴുവൻ അത് ഖേവമാണ്. ഈ സന്ദേശം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. എന്റെ ഏറ്റവും മികച്ച പതിപ്പായി മാറുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങൾ ഒരിക്കലും കുറഞ്ഞതിന് തൃപ്തിപ്പെടില്ല.